ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ആൻഡ്രോയിഡ് ടിപ്പാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആൻഡ്രോയിഡ് മൊബൈൽ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അനുഭവപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുമ്പോൾ വരുന്ന പരസ്യങ്ങളുടെ ശല്യം. ഇടതുവശത്തു നിന്നായാലും വലതുവശത്തു നിന്നായാലും അങ്ങനെ കയറി വരുന്ന പരസ്യങ്ങൾ കൊണ്ട് നമുക്ക് പലപ്പോഴും ബ്രൗസിങ് ശരിക്ക് ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോൾ ഇതിനൊരു കൃത്യമായ പോംവഴി, ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇന്നിവിടെ പരിചയപ്പെടുത്തുകയാണ്. ആഡ് ഗാർഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അത് ഡൗൺലോഡ് ചെയ്യുന്ന വഴി സിമ്പിളാണ്. നമ്മുടെ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ മറ്റ് ബ്രൗസറിലോ കയറിയിട്ട് www.adgod ആപ്ലിക്കേഷൻ്റെ പേര് തന്നെ adgod.com എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ അല്പസമയം കഴിഞ്ഞതിന് ശേഷം ലോഡാകുമ്പോൾ നമുക്ക് കാണാം ആ സൈറ്റിൻ്റെ മൊബൈൽ വെർഷൻ ലോഡായിട്ടുണ്ടാവും, adgod. ശേഷം അടിയിലായിട്ട് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് വെബ് ഫിൽറ്റർ adgod is the best way to get rid of ads. പരസ്യങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാം. ഡൗൺലോഡ് ഫോർ ആൻഡ്രോയിഡ്, ഡൗൺലോഡ് ഓൺ ദി ആപ്പ് സ്റ്റോർ. iOS-നും ആൻഡ്രോയിഡിനും അതുപോലെ തന്നെ അടിയിൽ വിൻഡോസിനും മറ്റു പ്ലാറ്റ്ഫോംസിനും അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് adgod. ഈ സൈറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡിനാണെങ്കിൽ ആൻഡ്രോയിഡ് ഡൗൺലോഡ് ഫോർ ആൻഡ്രോയിഡ് ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ adgod അങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇനി adgod യൂസ് ചെയ്താലുള്ള മെച്ചം നമുക്ക് അറിയാനായിട്ട് ജസ്റ്റ് adgod യൂസ് ചെയ്യാതെ നമ്മൾ സൈറ്റുകൾ കയറി നോക്കാം. ഉദാഹരണത്തിനായിട്ട് zippysearch.org എന്ന ഒരു സൈറ്റ് നമുക്ക് കയറി നോക്കാം. zippysearch.org നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പരസ്യങ്ങൾ അടിയിലായിട്ടും മുകളിലായിട്ടും, അതുപോലെ തന്നെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ മറ്റു ഏതൊക്കെയോ സൈറ്റുകളിലേക്ക് മാറിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ ഉള്ള സൈറ്റാണ് zippysearch.org. ഇനി മറ്റൊരു സൈറ്റ് mp3leo.com. അത് നമുക്ക് കാണാം, വൺ ക്ലിക്ക് ആഡ്സ് എന്ന് പറഞ്ഞിട്ട്. അത് റീഡയറക്റ്റ് ചെയ്തു പോകുന്നത്, സൈറ്റിൽ നിന്ന് റീഡയറക്റ്റ് ചെയ്ത് മറ്റു സൈറ്റുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. നമ്മൾ adgod യൂസ് ചെയ്യാം. adgodൻ്റെ മെനു ഇങ്ങനെയാണ് ഉണ്ടാവുക. adgod ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ പവർ ബട്ടൺ പോലെ നമുക്ക് ഒരു ബട്ടൺ ഉണ്ടാകും, അത് പ്രസ് ചെയ്യുക. പ്രിപ്പയറിംഗ് ടു സ്റ്റാർട്ട് പ്രൊട്ടക്ഷൻ എന്ന് കാണിച്ചു. അങ്ങനെ പച്ച കത്തിയതിന് ശേഷം adgod പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. നേരത്തെ കയറിയ സൈറ്റ് zippysearch.org എന്ന സൈറ്റായിരുന്നു. അത് നമുക്ക് ട്രൈ ചെയ്യാം. ഫുൾ ലോഡായതിനു ശേഷം നമുക്ക് കാണാം ഒരു പരസ്യങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇടതുവശത്ത് വലതുവശത്ത് താഴെയോ മുകളിലോ ഒരു പരസ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സൂം ചെയ്യാം, നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യാം, സ്ക്രോൾ അപ്പ് ചെയ്യാം, നമുക്ക് സെർച്ച് ചെയ്യാം, എവിടെയും പ്രസ് ചെയ്യാം. മറ്റു സൈറ്റുകളിലേക്കൊന്നും റീഡയറക്റ്റ് ചെയ്ത് പോകുന്നില്ല. മറ്റു വേറെ സൈറ്റ് നമ്മൾ നോക്കിയിരുന്ന mp3leo.com ആ സൈറ്റ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് കാണാം ഇപ്പോൾ റീഡയറക്റ്റ് ചെയ്ത് പോകുന്നില്ല. ഒരൊറ്റ അഡ്വർടൈസ്മെൻറ്റ് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ adgod ആപ്പ് വഴി നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ബ്രൗസറായാലും ഏത് ആപ്ലിക്കേഷനായാലും എല്ലാവിധ അഡ്വർടൈസ്മെൻറ്റ്സും ബ്ലോക്ക് ചെയ്യുന്ന ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് adgod. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് adgodൻ്റെ ഒരു ട്രയൽ വെർഷനാണ് നമുക്ക് ലഭിക്കുക. അതിൻ്റെ ഫുൾ വെർഷൻ ലഭിക്കുന്നതിനുള്ള
എങ്ങനെ ഫുൾ വെർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് നൽകാം. ഈ വീഡിയോടൊപ്പം നിങ്ങൾക്ക് നൽകാം. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണെന്ന് കരുതുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. നിർത്തുന്നു. നന്ദി. താങ്ക് യു ഫ്രണ്ട്സ്.